ഓഷോയുടെ ജീവിതത്തിലെ മറ്റൊരു നിഗൂഢമായ സംഭവം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഊർജ്ജത്തെയും സാന്നിധ്യത്തെയും കുറിച്ചായിരുന്നു. ഓഷോയ്ക്ക് അസാമാന്യമായ ഒരു ഊർജ്ജമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പല അനുയായികളും അവകാശപ്പെട്ടു. ആ ഊർജ്ജം അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആരെയും ആഴത്തിലുള്ള ധ്യാനത്തിലേക്കോ ട്രാൻസ് പോലെയുള്ള അവസ്ഥയിലേക്കോ എത്തിക്കാൻ കഴിയുമായിരുന്നു. ആശ്രമത്തിൽ പലരും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ഓഷോയുടെ അടുത്ത് ധ്യാനിക്കുമ്പോൾ ശരീരം പെട്ടെന്ന് ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുമായിരുന്നു. ചിലപ്പോൾ അവർ ബോധത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുമായിരുന്നു. 1970കളിൽ പുണെ ആശ്രമത്തിലെ ഒരു വിദേശ അനുയായി ധ്യാന ക്യാമ്പിനിടെ ഓഷോയുടെ അടുത്തിരിക്കുകയായിരുന്നു. ഓഷോ തന്നെ നോക്കിയ നിമിഷം താനൊരു വലിയ ഊർജ്ജ തരംഗത്തിൽ ഒഴുകിപ്പോയെന്നും ശരീരം മുകളിലേക്ക് ഉയരുന്നതായി തോന്നിയെന്നും അവർ പിന്നീട് പറഞ്ഞു. ഇത് ഒരാളുടെ മാത്രം അനുഭവമായിരുന്നില്ല, പലരിലും ഇത് സംഭവിച്ചു. ഇതിനെയാണ് ഓഷോയുടെ ഊർജ്ജ കൈമാറ്റമെന്ന് വിളിച്ചിരുന്നത്. ഓഷോ ഈ രഹസ്യത്തെക്കുറിച്ച് അധികം സംസാരിച്ചിരുന്നില്ല. എങ്കിലും അദ്ദേഹം പറയുമായിരുന്നു, ഒരാൾ പൂർണ്ണമായും ശാന്തനാവുകയും തന്റെ ഊർജ്ജത്തെ ശരിയായ ദിശയിൽ പ്രവഹിപ്പിക്കുകയും ചെയ്താൽ അവന്റെ ശരീരം പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുമെന്ന്. ഇതൊരു ആഴത്തിലുള്ള ധ്യാനാവസ്ഥ മാത്രമായിരുന്നോ, അതോ ഓഷോയ്ക്ക് ശരിക്കും നിഗൂഢമായ ഊർജ്ജമുണ്ടായിരുന്നോ? ഇതിന്നും ഒരു രഹസ്യമായി തുടരുന്നു.